പോകാം. അരുൺ സോളമൻ, ഇന്നലെ കൊല്ലം തീരത്താണ് കൂടുതലും ഈ കണ്ടെയ്നറുകളൊക്കെ അടിഞ്ഞതെങ്കിലും കുറച്ച് കണ്ടെയ്നറുകൾ തെക്ക് തീരത്തേക്ക് കൂടി വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വർക്കലയിലും കണ്ടെയ്നറുകൾ അടിയുന്നുണ്ടോ? അവിടെ തുറന്നു കിടക്കുന്ന നിലയിലാണോ കണ്ടെയ്നറുകൾ ഉള്ളത്? കൂടുതൽ കണ്ടെയ്നറുകൾ വരുന്നുണ്ടോ? അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ തെക്കൻ തീരങ്ങളിലേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തീരപ്രദേശത്തെ ജനങ്ങൾ ഈ കണ്ടെയ്നറുകൾ കണ്ടു തുടങ്ങിയത്. ആദ്യം ഈ മുതലപ്പൊഴി ഭാഗത്തെ താഴമ്പള്ളി ഭാഗത്താണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായിരുന്നു കണ്ടെയ്നറുകൾ എത്തിയത്. ഇവിടെ ഇപ്പോൾ 5 തെങ്ങ് 1-ാം പാലത്താണ് 2 കണ്ടെയ്നറുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്ന് ഈ കണ്ടെയ്നറിന് ഉള്ളിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പാക്കറ്റുകളാണ്, വെള്ള പാക്കറ്റുകളാണ്. ഇതിലിപ്പോ ഉള്ളിലുള്ളത് എന്താണെന്ന് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമാണെങ്കിൽ പോലും അത് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. കാരണം കസ്റ്റംസ് ഓഫീസേഴ്സ് ഈ സ്ഥലത്തെത്തി ഇതെന്താണെന്ന് പരിശോധന വരുത്തിയാൽ മാത്രമേ ഇതെന്താണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ തെക്കൻ തീരങ്ങളിലെത്തിയ കണ്ടെയ്നറുകളിൽ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. തെക്കൻ തീരത്ത് പ്രത്യേകിച്ചും 5 തെങ്ങിലും അതുപോലെ തന്നെ പാപനാശം, അതുപോലെ തന്നെ വർക്കല, മാന്ത്ര ബീച്ച് ഭാഗങ്ങളിലായിട്ട് 4 കണ്ടെയ്നറുകളാണ് നിലവിലെത്തിയിരിക്കുന്നത്. എല്ലാ കണ്ടെയ്നറുകളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്, ശക്തമായ തിരയിൽ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് തീരങ്ങളിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 200 മീറ്റർ ചുറ്റളവിൽ ഈ കണ്ടെയ്നറിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ സാധനങ്ങളുടെ അടുത്തോ എത്താനോ തൊടാനോ പാടില്ല എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും കസ്റ്റംസ് ഓഫീസേഴ്സ് അടക്കമുള്ളവർ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 5 തെങ്ങ് ഭാഗങ്ങളിലൊക്കെ ഈ തീരപ്രദേശ ജനങ്ങൾ അടുത്ത് നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നു. പോലീസ് അരുൺ സോളമൻ പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകിച്ച് കേൾക്കുക. ഈ പാക്കറ്റൊക്കെ അവിടെ കിടക്കുന്ന സമയത്ത് അതിന്റെ അടുത്തേക്ക് പോകാനും അത് തൊട്ടു നോക്കാനും ഒക്കെ നിങ്ങൾക്കൊരു പ്രവണത കാണും, ഒരു ടെൻഡൻസി വരും. ഒരു കാരണവശാലും അത് ചെയ്യരുത്. പലതും രാസവസ്തുക്കളാണ്. ഞാൻ ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കാൽസ്യം കാർബൈഡ് പോലെയുള്ള പദാർത്ഥങ്ങൾ വെള്ളവുമായിട്ട് പ്രതിപ്രവർത്തിച്ചാൽ ഒരു എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ ചൂട് പുറത്തു വരും, എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്, അസറ്റിലിൻ ഗ്യാസ് വരും, അത് ഇൻഫ്ലേമബിൾ ആണ്. അപ്പോൾ ഇതടക്കം ആ പാക്കറ്റുകളിലേക്ക് പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക.